26 ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ എടുത്തുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവിന് കൃത്യവും ശക്തവുമായ മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടിയോടെ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രത്തിന്റെ ഹൃദയം തന്നെയാണ് പിഴുത് എറിഞ്ഞത്. 3 ദിവസത്തോളം നീണ്ട യുദ്ധത്തിൽ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും വ്യോമത്താവളങ്ങളും മാത്രമല്ല, പരമരഹസ്യമായി കാർണി ഹിൽസ് മലനിരകളിൽ സ്ഥാപിച്ചിരുന്ന ആണവ കേന്ദ്രങ്ങൾ പോലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഇന്ത്യ യുദ്ധത്തിലെ മേൽക്കൈ തെളിയിച്ചത്. അമ്പേ പൊളിഞ്ഞ ഡിഫൻസ് ബജറ്റിന്റെ പിൻബലത്തിൽ കിതച്ചുരുണ്ട് യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനികളെ റൂട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അവരുടെ അണ്വായുധ പുര കൂടി ഇന്ത്യ കത്തിച്ചപ്പോൾ അമേരിക്കയുടെ സഹായത്തോടെ വെടിനിർത്തലിനായി ഇന്ത്യയോട് കെഞ്ചുകയല്ലാതെ പാകിസ്ഥാനികളുടെ മുന്നിൽ മറ്റ് വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വെടിനിർത്തൽ സമഗ്രവും ആധികാരികവുമാണ്. ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ കിട്ടുന്ന ഒരു ചെറിയ അവസരം പോലും സമുചിതമായി വിനിയോഗിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആരെയും സംശയ നിഴലിലാഴ്ത്തുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന പ്രതിപക്ഷം വെടിനിർത്തലിന്റെ പേരിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും സർക്കാർ കൈക്കൊണ്ട വെടിനിർത്തൽ നയത്തെ അനുകൂലിച്ചിരിക്കുകയാണിപ്പോൾ. മതഭീകരതയുടെ പിള്ളത്തൊട്ടിലിൽ പാകിസ്ഥാൻ പോറ്റി വളർത്തിയ തീവ്രവാദ ഈറ്റില്ലങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി മുന്നേറുമ്പോഴും ആത്മസംയമനത്തോടെ മുന്നേറിയ പ്രധാനമന്ത്രി പബ്ലിക് റിലേഷൻസ് പൂർണ്ണമായും സൈനിക മേധാവികളെയാണ് ഏൽപ്പിച്ചത്. അതുപോലും ഭീരുത്വമാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതര ചർവണം നടത്തിയവർ നിരവധിയാണ്. എന്നാൽ എല്ലാ അവസരവാദങ്ങളുടെയും കടയ്ക്ക് തന്നെ വെട്ടിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതോടെ പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കുന്ന ദോഷൈക ദൃക്കുകളുടെയും അവരുടെ കയ്യാളുകളുടെയും മിണ്ടാട്ടം മുട്ടിപ്പോയി എന്നതാണ് വാസ്തവം. സമാധാനത്തിനൊപ്പമാണ് ഇന്ത്യ എക്കാലത്തും എന്നും, എന്നാൽ അത് ബലഹീനതയാണെന്ന് കരുതരുതെന്നും ശക്തി തന്നെയാണ് എന്നും അത് തെളിയിച്ചുകൊണ്ടാണ് സമാധാനത്തിന് വേണ്ടി ഒരുങ്ങുന്നത് എന്നും പ്രധാനമന്ത്രി പ്രസ്താവിച്ചത് ഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും വികാരങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു. ഭീകരവാദവും സന്ധി സംഭാഷണവും ഒന്നിച്ചു പോകില്ല എന്നും ഭീകരതയ്ക്ക് പാലൂട്ടുന്ന രാജ്യങ്ങളെ ഭീകര രാജ്യങ്ങളായി തന്നെ കണക്കാക്കുമെന്നും അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഇനി ചർച്ചകളില്ലെന്നും അടിവരയിട്ടുകൊണ്ട് തന്നെയായിരുന്നു 22 മിനിറ്റോളം നീണ്ട പ്രസംഗത്തിലൂടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയത്. മതം ചോദിച്ചു കൊലപാതകം നടത്തിയ ഭീകരതയിലൂടെ സിന്ദൂരം മായ്ക്കപ്പെട്ട സഹോദരിമാർക്കും മാതാക്കൾക്കും വേണ്ടി നാം പകരം ചോദിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. എല്ലാ ഭീകര സംഘടനകളെയും ഭൂപരപ്പിൽ നിന്ന് ഇല്ലാതാക്കുമെന്നും ആ ദൗത്യത്തിനു വേണ്ടി മാത്രം പാകിസ്ഥാനുമായി സംസാരിക്കാമെന്നും പാകിസ്ഥാൻ ഇപ്പോൾ ബലാത്കാരമായി കൈവശം വെച്ചിരിക്കുന്ന കാശ്മീർ തങ്ങളുടേത് മാത്രമാണ് എന്നും ഇനിയൊരു സമാധാന ചർച്ചയുമില്ലെന്ന് ഊട്ടിയുറപ്പിക്കുന്ന പുതിയ നയമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും ഇനി ഇന്ത്യയെ വേദനിപ്പിക്കാൻ വന്നാൽ ആ ഓപ്പറേഷൻ തുടരുമെന്നും ഇനിയും ആയുധം വേണ്ടി വന്നാൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ തന്നെ അതിനായി ഉപയോഗിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. പാകിസ്ഥാനെ ഇന്ത്യ ലക്ഷ്യം വെച്ചില്ലെന്നും ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്നും എന്നാൽ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ ലാക്കാക്കിയായിരുന്നു ആയുധങ്ങൾ തൊടുത്തത് എന്നും നമ്മെ ഭയപ്പെടുത്താൻ പാകിസ്ഥാൻ ആകുന്നത്ര നോക്കിയെങ്കിലും അത് ഇന്ത്യയുടെ അടുത്ത് വിലപ്പോയില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അണ്വായുധ ഭീഷണി ഇനി ഇന്ത്യയുടെ അടുത്ത് വിലപ്പോകില്ലെന്നും ഇനി പ്രകോപനമായിട്ടിറങ്ങിയാൽ ഓപ്പറേഷൻ സിന്ദൂറിന് തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത് യുദ്ധത്തിന്റെ സമയമല്ല, സമാധാനത്തിന്റെ സമയമാണെന്ന് ഇന്ത്യ സമ്മതിക്കുന്നു. പക്ഷേ ഇത് ഭീകരതയുടെ സമയമല്ലെന്നും യുദ്ധം വേണ്ടെന്നാണ് പാകിസ്ഥാന്റെ താല്പര്യമെങ്കിൽ ഭീകരതയും നിർത്തിക്കൊള്ളണമെന്നും അടിവരയിട്ട് പാകിസ്ഥാനെയും ഭീകരരെയും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഏത് പ്രതിലോമ നീക്കങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്നും സമാധാനത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹം ഓരോ ഇന്ത്യക്കാർക്കുമുണ്ട് എന്നും സുരക്ഷിതമായി ജീവിച്ചാലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നും സമാധാനവും സുരക്ഷിതത്വവും വികസനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി അസന്നിഗ്ധമായി തന്നെ ഊന്നി പറയുകയായിരുന്നു. എന്നാൽ ഇന്ത്യ പാക് യുദ്ധം ശമിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് തനിക്ക് മാത്രമാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ആ വാദം തുടർന്ന ട്രംപ് ഇന്നലെ അറേബ്യൻ നിക്ഷേപ ഫോറത്തിൽ സംസാരിച്ചപ്പോഴും തന്റെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത് എന്നും 4 വർഷം കൊണ്ട് തീരേണ്ട യുദ്ധം 3 ആഴ്ച കൊണ്ട് താൻ അവസാനിപ്പിച്ചു എന്നും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മരണം ഒഴിവാക്കാനായി എന്നും ട്രംപ് അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ ഇന്ത്യയുടെ പ്രധാന വ്യോമത്താവളമായ ആദംപൂരിലെത്തിയ മോദി ഒരേ സമയം പാകിസ്ഥാൻ പടച്ചുവിടുന്ന പെരും നുണകൾക്കും ട്രംപിന്റെ അവകാശവാദങ്ങൾക്കും കൊടുത്തത് കൃത്യമായ മറുപടി തന്നെയായിരുന്നു.
പാകിസ്ഥാൻ തകർത്തുവെന്ന് ഊറ്റം കൊണ്ട ആദംപൂർ വ്യോമത്താവളത്തിലൂടെ സൈനികർക്ക് ഹസ്തദാനം ചെയ്ത് ചുറ്റി നടന്ന പ്രധാനമന്ത്രി പാകിസ്ഥാൻ തകർത്തുവെന്ന് വീമ്പിളക്കിയ S-400 സുദർശന എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാന്റെ പെരുംനുണകളെ പൊളിച്ചടുക്കിയത്. അവർക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം സർക്കാരിനെ ചില ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ ഉതകുന്ന തരത്തിൽ തൻ്റെ മധ്യസ്ഥത ഊന്നിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രംപിനുള്ള മറുപടി എന്ന വണ്ണം തങ്ങളുടെ വിഷയത്തിൽ ആരും ഇടപെടേണ്ടെന്നും കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നത് തങ്ങളുടെ തീരുമാനമാണ് എന്നും പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചല്ലാതെ തങ്ങൾ ഒരു ചർച്ചയ്ക്കും സന്നദ്ധരല്ല എന്നും അത് തങ്ങൾ തിരിച്ചു പിടിക്കുമെന്നും പ്രധാനമന്ത്രി തീർത്തു പറയുകയുണ്ടായി. റഷ്യ ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും തീർക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ട ട്രംപ് മുഖം രക്ഷിക്കാൻ ഇന്ത്യയെ കരുവാക്കാൻ നടത്തിയ നീക്കത്തെയാണ് പ്രധാനമന്ത്രി ഉപാധികളില്ലാതെ തള്ളിക്കളഞ്ഞത്. ഏതായാലും പുതിയ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 ഇന്ത്യയുടെ വെടിനിർത്തൽ കരാറിനെ പ്രശംസിച്ചുകൊണ്ടാണ് സെയിന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ തൻ്റെ പ്രഥമ സന്ദേശം അവസാനിപ്പിച്ചത്. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും നടക്കുന്ന യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത അവസരത്തിലാണ് ഇന്ത്യ കൈക്കൊണ്ട സമാധാനത്തിന്റെ നിലപാടുകളെ പോപ്പ് പ്രശംസിക്കുകയുണ്ടായത്.